അതെ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാംഗിൾ ചെയ്താലോ. മാറ്റ് കുന്തനും സ്റ്റോൺ ചെയിനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രെഡ് ഈ ഒരു തിക്നെസ്സിൽ ഞാനെടുത്ത് ഗ്ലൂ പേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് അതിനെ ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഒന്ന് പേസ്റ്റ് ചെയ്യുക, അതിലേക്കൊന്ന് ജസ്റ്റ് ഹാൻഡ് വെച്ച് ഫോൾഡ് ചെയ്യുക, ത്രെഡ് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി അങ്ങ് കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബാംഗിൾ കവർ ചെയ്യുന്നതിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുമെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് നമ്മൾ ചുറ്റുമ്പോൾ എപ്പോഴും ഗ്യാപ്പ് ഇടാതെ അടുത്തടുത്ത് ചുറ്റാൻ ശ്രമിക്കുക. കുറച്ച് ടൈറ്റായിട്ട് തന്നെ ചുറ്റണം, കാരണം സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഗ്യാപ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് കവർ ചെയ്യുക. കവർ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് കുറച്ച് സമയമായിട്ട് എടുക്കുന്നത്. പിന്നെ വളരെ ഈസിയാണ് ബാക്കി ബാംഗിൾ ചെയ്തെടുക്കാൻ. ഇനി ഇത് കവർ ചെയ്ത് നിർത്തുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ജസ്റ്റ് ഏറ്റവും അവസാനം കവർ ചെയ്യുമ്പോൾ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബാംഗിൾ കവർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ ആണ് ബാംഗിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ ത്രെഡ് പേസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം B7000 ഗ്ലൂ വെച്ച് പേസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു മാർക്ക് പോലെ പാട് പോലെ കിടക്കാറുണ്ട്. അതൊരു വൃത്തികേടായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പുറത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇതാകുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഗം ആയാലും നമ്മൾ അത് അവിടെ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഗം ആയാലും അറിയാൻ പറ്റത്തില്ല. ഇത് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും അവിടെ ഒരു പാടോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ B7000 ഗ്ലൂ നന്നായി അവിടെ ഇങ്ങനെ ഒരു തേട് പോലെ തെളിഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും B7000 ഗ്ലൂ അവോയ്ഡ് ചെയ്തിട്ട് ഫാബ്രിക് ഗ്ലൂ ഇതുപോലെ പേസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്നും പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കില്ല എന്നല്ല, ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. അതിനുശേഷം അവസാനം വന്ന എല്ലാം അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ ഗ്ലൂ ഞാൻ അവിടെ തേച്ചിട്ടുണ്ട്. ഇനി അടുത്ത് മാറ്റ് കുന്തനാണ് എടുത്തിരിക്കുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള മാറ്റ് കുന്തൻ സ്റ്റോൺസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കുന്തൻ സ്റ്റോൺസിലെ മാറ്റ് കുന്തനാണ് എടുത്തിരിക്കുന്നത്. നോക്കിയേ, ബാംഗിൾ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. സെൻറ്റർ ഒരു ലെയറാണ് ഞാൻ മാറ്റ് കുന്തൻ കൊടുക്കുന്നത്. ഒരൊറ്റ ലെയറാണ് സെൻറ്ററിലേക്ക്. ഇത് 2 കട്ട് ബാംഗിളിൽ ഒരു ബാംഗിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കട്ട് ബാംഗിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു വീതിയിലുള്ള 2 ബാംഗിൾസ് കാണും 2 കട്ട് ബാംഗിൾസിൽ. അപ്പോൾ അത് സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഒരു ലെയർ. ഇതുപോലെ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ആ ഒരു ഗ്ലൂ ഒന്ന് പേസ്റ്റ് ചെയ്തു. കുറച്ച് ഫുള്ളായിട്ട് ഞാൻ ഗ്ലൂ പേസ്റ്റ് ചെയ്തിട്ടല്ല കുന്തൻ സ്റ്റോൺസ് വയ്ക്കുന്നത്. കുറച്ച് ദൂരം ഒന്ന് പേസ്റ്റ് ചെയ്തു, അടുത്തത് നമ്മുടെ സ്റ്റോൺസ് വയ്ക്കുന്നു. അതിന് ശേഷമാണ് ബാക്കി ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം കുറച്ചേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഗ്ലൂ ആണ്. പെട്ടെന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വീണ്ടും അതിൻ്റെ പുറത്ത് സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ അത് ഇളകി വരും. എന്നിട്ട് നമ്മൾ കുറച്ചാണ് പേസ്റ്റ് ചെയ്യുന്നത്, അത്രയും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ നന്നായിട്ട് ഹാൻഡ് കൊണ്ട് പ്രസ് ചെയ്ത് ഇത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡ്, നമ്മൾ സെൻറ്ററിലാണ് കൊടുക്കുന്നത്, 2 സൈഡും അതിനൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം ഇനി ഇതിൻ്റെ 2 സൈഡിൽ ഞാൻ സ്റ്റോൺ ചെയിൻ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും ഒരു ഈക്വലായിട്ടുള്ള ഡിസ്റ്റൻസ് ഇട്ടിട്ട് കറക്റ്റ് സെൻറ്ററിലേക്ക് നോക്കി ചെയ്യാൻ ശ്രമിക്കുക. ഇനി ബാക്കിയെല്ലാം അങ്ങ് പേസ്റ്റ് ചെയ്യുക. ഇത് പേസ്റ്റ് ചെയ്തെടുക്കാൻ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് ഫിനിഷ് ചെയ്യുമ്പോഴൊന്നും ശ്രദ്ധിക്കുക, നമുക്ക് ഗ്യാപ്പ് ഒത്തിരി വരാതെ, നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്ത് ഇതുപോലെ വരുന്ന സമയത്ത് അവസാനം വരുമ്പോൾ ഗ്യാപ്പ് എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൂർണ്ണമായി ഒരു സ്റ്റോൺ വെക്കാതെ വന്നു കഴിഞ്ഞാൽ അവിടെ ഞെരുക്കി നമ്മൾ വളരെ ടൈറ്റാക്കിയൊന്നും സ്റ്റോൺ വെക്കരുത്. ഇതുപോലെ എന്ത് ചെയ്യുക, നമുക്ക് വെക്കാൻ പറ്റുന്ന സ്റ്റോൺ വെച്ചിട്ട് ആ ഗ്യാപ്പിനെ ഒന്ന് മറ്റുള്ള സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുക. അല്ലാതെ ടൈറ്റാക്കി സ്റ്റോൺസ് ഒരിക്കലും വെക്കരുത്, അത് ഇളകിപ്പോവും. ഞാനിപ്പോൾ അവിടെ വെച്ചപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പിൽ സ്റ്റോൺ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മുടെ സ്റ്റോൺസിനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ, കാരണം ഒരു സ്റ്റോണിനുള്ള എത്ര ഗ്യാപ്പ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് പൂർണ്ണമായിട്ടും വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പായിരിക്കും. അപ്പോൾ നമ്മൾ വെച്ച സ്റ്റോൺസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് അങ്ങ് ഫില്ലായിക്കോളും. അതുകൊണ്ട് കണ്ടില്ലേ, ഇത് അങ്ങ് ഇപ്പോൾ ആ ഗ്യാപ്പ് ഏകദേശം അങ്ങ് ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ ഇനി അതൊരു പ്രശ്നമല്ല. അപ്പോൾ ഒരിക്കലും ഞെരുക്കി ടൈറ്റാക്കി നമ്മൾ സ്റ്റോൺസ് ഫിക്സ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൈഡിലേക്ക്, ഇനി 2 സൈഡിലും ഒരു ലെയർ ഞാൻ സ്റ്റോൺ ചെയിനാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റോൺ ചെയിൻ കൊടുക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആ സൈഡ് മൊത്തം ഒരു ലെയറിൽ ഗ്ലൂ ഒട്ടിച്ചിട്ട് ചെയ്യാം. ഞാനിത് ആദ്യത്തെ ലെയർ ചെയ്യുമ്പോൾ ജസ്റ്റ് കുറച്ച് ഗ്ലൂ പേസ്റ്റ് ചെയ്തിട്ട് സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുന്നു. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് വീണ്ടും ഗ്ലൂ പേസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം സ്റ്റോൺ ചെയിൻ ഫിക്സ് ചെയ്യുന്നു.
അപ്പോൾ അങ്ങനെ ചെയ്താലും മതിയാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് നമ്മളത് ഒട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ ഗ്ലൂവിൻ്റെ അംശം ഉണ്ടാവരുത്. നമ്മുടെ കയ്യിൽ ഗ്ലൂവിൻ്റെ അംശം വെച്ചിട്ട് നമ്മൾ ആ സ്റ്റോൺ ചെയിനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് നമ്മൾ കൈ എടുക്കുമ്പോൾ ഇളകി വരും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ബാക്കിയും കൂടെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്റ്റോൺ ചെയിൻ അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒത്തിരി സമയമെടുക്കുന്നതോ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളതോ ഒന്നുമല്ല. വളരെ എളുപ്പത്തിലും ഭംഗിയിലും നമുക്ക് ഒത്തിരി വെറൈറ്റി കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതുപോലെ വന്ന് ആ സ്റ്റോൺ ചെയിൻ ഫിനിഷിങ്ങിലേക്ക് വന്നു കഴിഞ്ഞു. അതിൻ്റെ ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് അതിനെ ഫിനിഷ് ചെയ്തു. ഇനി അടുത്തത് ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഗ്ലൂ അപ്ലൈ ചെയ്യണേട്ടോ. ആ ഒരു ലെയറിൽ നമുക്ക് ഒരു ലെയറല്ലേ ഇനി അടുത്തുള്ളത്. അപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ സ്റ്റോൺ ചെയിൻ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി ഈ സ്റ്റോൺ ചെയിൻ അല്ല, നിങ്ങൾക്ക് പേൾ ചെയിൻ വേണമെങ്കിൽ പേൾ ചെയിൻ കൊടുക്കാം. ഇനി ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിലുള്ള സ്റ്റോൺ ചെയിനുണ്ട്. ഏകദേശം കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ കളറിലെല്ലാം നമുക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കൊടുത്ത് ചെയ്യാം. സെൻറ്ററിൽ വൈറ്റ് കൊടുത്തിട്ട് നമുക്ക് സിൽവർ കളർ കൊടുത്തിട്ട് രണ്ട് സൈഡിലും കളേഴ്സ് കൊടുത്ത് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഇതുപോലെ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം, ഇത് തിരിഞ്ഞു പോകാതെ നമ്മൾ സ്റ്റോൺ ചെയിൻ അതിൻ്റെ ആ ഒരു സ്റ്റോണിൻ്റെ ഷേപ്പ് പുറത്ത് വരുന്നില്ലേ, അത് തിരിഞ്ഞു പോകാതെ തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഒറ്റയടിക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പം അത് കാരണം ഒത്തിരി വീതിയല്ല, ഒത്തിരി വലിപ്പമുള്ളല്ലോ, ചെറുതാണ്. അപ്പോൾ എന്താ പറയുക, ശ്രദ്ധിക്കുക. എന്നിട്ട് ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നന്നായിട്ട് ഹാൻഡ് കൊണ്ട് നന്നായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫിക്സ് ചെയ്ത് ആ ഒരു നിരപ്പ്, ഒരു ഈക്വലായിട്ടുള്ള ഒരു നിരപ്പ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട്, കാരണം വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ബാങ്കിൾ കവർ ചെയ്യുന്ന സമയം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ സെൻറ്ററിലേക്ക് ഒരു ലെയർ സ്റ്റോൺ ഒട്ടിച്ചു, അതിനുശേഷം രണ്ട് സൈഡിലും സ്റ്റോൺ ചെയിൻ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഈ സൈഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. കാരണം നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് സൈഡും ഒന്നും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റുക. ശരിക്കും പറഞ്ഞത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നോക്കി, നിങ്ങൾ തന്നെ പറഞ്ഞേ, ഇത്രയും ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.